രക്ഷക, ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധിയോടെ നിന്നോടൊപ്പം പീഡയേൽക്കുന്നതിനും നിന്റെ പുനരുത്ഥാനത്തിൽ സന്തോഷത്തോടെ പങ്കാളിയാകാനും യോഗ്യരാക്കണമേ. നാഥാ, തേ സ്തുതിയും വാനം താതന്നും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാകുൾ. കൃപ പാപികളാ ഞങ്ങളിലും മേലാ ഊർശലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമേ. പ്രാർത്ഥനമശിഹാ സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. ബാറക്കുമോ. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം. രാജ്യേദേവാ ദയയുണ്ടാകേണം. നാഥാ, കൃപ തോന്നേണമൻപാ. രക്ഷ സമാഗതമായി എന്ന് വിളിച്ചറിയിക്കുന്ന ഊശാന പെരുന്നാളിൽ ആരാധനയിൽ വായിക്കപ്പെടുന്ന വേദഭാഗത്തെ ആസ്പദമാക്കി റവറൻഡ് ഫാദർ ജോജി കെ ജോയി ഇപ്പോൾ സംസാരിക്കുന്നു. ഓശാന മുതൽ ആരംഭിക്കുന്ന കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം കടന്നു വരുന്നു. കഴുതപ്പുറത്തു കയറി യെരുശലേമിലേക്ക് വരുന്ന രാജാതിരാജനായ യേശുക്രിസ്തു. യെരുശലേം യേശുക്രിസ്തുവിൻ്റെ നിയോഗ പൂർത്തീകരണത്തിൻ്റെ ലക്ഷ്യസ്ഥാനമാണ്. അവിടേക്ക് ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകങ്ങളുമായിട്ടല്ല, മറിച്ച് ബലഹീനതയുടെയും എളിമയുടെയും കഴുതപ്പുറത്ത് അവിടുന്ന് കടന്നു വരുന്നു. മികവിൻ്റെയും ശക്തിയുടെയും മാധ്യമങ്ങളെക്കാളുപരി നമ്മുടെ ബലഹീനതകളോടെയാണ് നാം ദൈവപുത്രരാകുന്നത്. അതിനാൽ സ്വന്തം കുറവുകളും ബലഹീനതകളും ആത്മനിന്ദയോടെ കാണരുത്, മറിച്ച് അതിനെ യേശുവിൻ്റെ കരങ്ങൾ അർപ്പിക്കുക. അവയെ വാഹനമാക്കുവാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു. ഓശാന വിളികളോടെ അവനെ എതിരേൽക്കുന്നവർ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നതിൻ്റെ പൂർത്തീകരണമാണ് നടത്തുന്നത്. യെരുശലേമിൻ്റെ രാജവീഥികളിൽ അതാണ് നടക്കുന്നത്. കർത്താവെ ശുഭത നൽകണമേ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന എണ്ണിയാലൊടുങ്ങാത്ത പുരുഷാരത്തിൻ്റെ ഓശാന വിളികളാൽ അനുഗതനായി യേശുക്രിസ്തു ജെറുസലേമിലേക്ക് വരുന്നു. എന്നാൽ എന്തായിരിക്കും യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത്? ഈ ഓശന്ന വിളികൾ എന്നുവരെയാണ്? കൃത്യമായി പറഞ്ഞാൽ 5 ദിനങ്ങൾ. അന്ന് ജനം മുഴുവൻ ക്രിസ്തുവിനെതിരായി മാറുകയാണ്. ഓശാനയുടെ ഗീതങ്ങൾ അവനെ കുരിശിക്കുക എന്ന നാരകീയ ശബ്ദത്തിന് വഴിമാറുന്നു. പശ്ചാത്തലവും കഥാപാത്രങ്ങളും മാറുന്നില്ല, എന്നാൽ കഥ മാറി. സ്വീകരണം തിരസ്കരണമായി. ഓശാനയുടെ സ്വീകരണത്തിൻ്റെ വാക്കുകളിൽ നിന്നും കുരിശിക്കുക എന്ന ആക്രോശമാണ് അവിടെ നിറയുന്നത്. പൂക്കൾ വിതറിയ കൈകൾ
അവന് മുൾമുടികൾ നെയ്യുകയാണ്. മരച്ചില്ലകൾ വീശിയവർ മരമുട്ടികൾ എടുത്തുകൊണ്ട് അവനെ തല്ലുവാനായി ഓങ്ങുകയാണ്. വെള്ളവസ്ത്രം വിരിച്ചവർ അവന്റെ വസ്ത്രത്തിനു വേണ്ടി പകുത്തെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്നും ഓശാന വിളികൾക്കിടയിൽ ക്രിസ്തുവിന്റെ പ്രസക്തമായ ചോദ്യം ഉയരുകയാണ്: എന്ത് കണ്ടിട്ടാണ് കുഞ്ഞെ നീ എന്നെ വിശ്വസിച്ചത്? എന്ത് കണ്ടിട്ടാണ് കുഞ്ഞെ നീ എനിക്ക് ഓശാന പാടുന്നത്? മശിഹ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ക്രിസ്തുവിന്റെ ചോദ്യം. ഓശാന വിളിക്കുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു വൈജയന്തി പോലെ ലാസർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊന്നിൽ ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ. അവനെ ക്രിസ്തു ഉയർപ്പിച്ചതിന്റെ അനുരണനങ്ങളാണ് ജെറുസലേമിൽ നിറഞ്ഞു നിൽക്കുന്ന ഓശാന വിളികളുടെ വൈകാരിക പാരവശ്യങ്ങളെല്ലാം. ശക്തിയും മഹത്വവും വിലയും നിലയും ഉള്ളവനെ അംഗീകരിച്ച് ആരാധിച്ച് അവന് വിധേയപ്പെടുന്ന സാധാരണ ആൾക്കൂട്ടത്തിന്റെ ലോജിക്, ജീവിതതന്ത്രം. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അരമന പ്ലാനിറ്റോറിയത്തിന്റെ മുമ്പിൽ നിസ്സംഗതയോടെ, നിസ്സഹായതയോടെ, നിശബ്ദതയോടെ നിൽക്കുന്ന യേശുക്രിസ്തുവിനെ വേണ്ട, ബറബാസിനെ മതി എന്ന ജനം ആവശ്യപ്പെടുന്നത്. ഉത്തരാധുനിക ആത്മീകതയുടെ ചതുക്കുഴിയാണിത്. അപ്പം തിന്നും അത്ഭുതം കണ്ടും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആയിരങ്ങൾ എത്ര നാളത്തേക്കാണുള്ളത്? അനുഭവത്തിന്റെ ചൂടിൽ ക്രിസ്തു സ്നേഹത്താൽ സ്പർശിക്കപ്പെടാത്ത ആത്മീക മാറ്റങ്ങളൊക്കെ, ഓശന്ന വിളികളൊക്കെ അല്പകാലത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ അവന്റെ അമ്മയും സ്നേഹിച്ച കുറെ സ്ത്രീകളും മാത്രമായി ചുരുങ്ങുകയാണ്. അപ്പം തിന്നവരില്ല, അത്ഭുതം കണ്ടവരില്ല, അത്ഭുതത്തിന്റെ വക്താക്കളുമില്ല. മറിച്ച് സ്നേഹസ്പർശനം നെഞ്ചിൽ തട്ടിയ ആളുകൾ മാത്രമേ ഒടുവിലായി ഉണ്ടാകുന്നുള്ളൂ. അതെ, നെഞ്ചിൽ തട്ടി സ്നേഹിച്ചവർ മാത്രമേ അവസാനം വരെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഓശാനയുടെ ബഹളത്തിനിടയിൽ നമുക്ക് ആളുകളെ തിരിച്ചറിയാനാവില്ല. കാൽവറിയുടെ മുകളിലാണ് സ്നേഹവും ബന്ധവും അടുപ്പവും ഒക്കെ തിരിച്ചറിയപ്പെടുന്നത്. ഓശാനയിൽ നിന്നും കാൽവറിയിലേക്കുള്ള കഷ്ടാനുഭവ ദിനങ്ങളുടെ ഓർമ്മയാണ്. ആ ദിനങ്ങൾ നമ്മുടെ മനസ്സിൽ നാം കാതോർത്തിരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരു നെരിപ്പോട് പോലെ ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്: എന്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു? എന്തിന് ഞാൻ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു? ഈ ദിനങ്ങളൊക്കെ ആ ചോദ്യത്തിന്റെ കണ്ടെത്തലുകളായി മാറട്ടെ. ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നെരിപ്പോട് പോലെ ഉയരുന്ന കഷ്ടാനുഭവത്തിന്റെ ദിനങ്ങളായി മാറട്ടെ. ശ്രീബാത്തോളിന്മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട അറിയുന്നോരെ വരുമുന്നീ ശകലത്താ നിന്നാൾ ജനനീ എങ്ങൻ മകനേ വത്സലനേ എങ്ങിവർ നിന്നെ നയിക്കുന്നു വിദ്വേഷികളുടെ
മകനേ മമ വത്സലനേ എന്തു നിനക്കു ഭവിച്ചിന്ന ഞങ്ങൾക്കായുള്ള വായൊരു നിൻ വ്യഥയും താഴ്മയും ആദിധന്യം. അരിമത്യാനാട്ടിൽ ധാർമ്മികനായി വാണ യൗസേപ്പെന്നോതും മാനവനേകൻ മശിഹാതൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോടായി അത്തിച്ചേവം വിധിനാഥ നൽക ഭാഗ്യമഹാനിധിയ രക്ഷകഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ. അവനെ യൂതന്മാർ തരുവിന്മേൽ തൂങ്ങി ജ്ഞാനമോദിപ്പാൻ അതിനെ നൽകി